Master Vision International Excellence Awards and Business Conclave 2025, 9th edition. വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു to collect the award. Yes, Mr. Aniyappan, he is a renowned actor and also a comedian and has gifted us so many roles. ഒരു നിമിഷം ഹരിശ്രീ അശോകൻ ചേട്ടനാണ് എനിക്ക് ഈ ഗിഫ്റ്റ് തന്നതെന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചു. പെട്ടെന്ന് ഇതിൻ്റെ ഫിഗർ കണ്ടപ്പോൾ ഒന്ന് കൈയടിച്ച് മലയാളികൾ പ്ലീസ്. ഞാൻ അഭിലാഷ് പിള്ളയോട് പറഞ്ഞു, അഭിലാഷ് പിള്ള അവിടെ ഇരിക്കുമ്പോൾ പറഞ്ഞു അശോകൻ ചേട്ടൻ്റെ കറക്റ്റ് ഫിഗർ എന്ന് പറഞ്ഞു. അപ്പോൾ അവിടുന്ന് ഒടുക്കത്തെ ചിരിയാണ് അഭിലാഷ് പിള്ള. ഓക്കെ സാർ, സന്തോഷം. കാരണം മാസ്റ്റർ വിഷൻ ഇൻ്റർനാഷണൽ എക്സലൻസ് അവാർഡ്, മാസ്റ്റർ വിഷനെ കുറിച്ച് പറയുമ്പോൾ ആദ്യം പറയാനുള്ളത് ഒറ്റ വാക്കാണ്, റഫീഖ്, മുഹമ്മദ് റഫീഖ്. ഒരു ഒറ്റയാൾ പോരാട്ടമാണ്. നിങ്ങളൊന്ന് ചിന്തിക്കുക, രാജ്യത്തിൻ്റെ നാനാഭാഗത്തു നിന്നും, കുവൈറ്റിൽ നിന്നും, ഖത്തറിൽ നിന്നും, കേരളത്തിൽ നിന്നുമൊക്കെ പല പല ബിസിനസ്മാരായിട്ടുള്ള ഒരുപാട് ആൾക്കാരെ കൊണ്ടുവരിക, ഒരു കുടക്കീഴിൽ സിനിമയും അതുപോലെ എല്ലാ മേഖലകളിലുള്ളവരെയും കൊണ്ടുവരുന്ന ഒരു കുടക്കീഴിൽ നിർത്തുന്ന ഒരു അവാർഡ് നൈറ്റ് ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ല. എനിക്ക് ഭയങ്കര അതിശയമാണ്. കാരണം ഒരുപാട് VIP-കൾ, അതുപോലെ സീതാക്കയൊക്കെ നമുക്കറിയാം. സീതാക്കയുടെ സത്യപ്രതിജ്ഞ നടക്കുന്ന സമയത്ത് പ്രതിജ്ഞ കട്ട് ചെയ്ത്, കാരണം അത്രക്ക് ആൾക്കാരുടെ ആരവം മൂലം ഗവർണർ നിർത്തിവെച്ചു സത്യപ്രതിജ്ഞ. ആ വ്യക്തി വരെ റഫീഖ് സാറിൻ്റെ ഈ മാസ്റ്റർ വിഷനിൽ എത്തുക എന്ന് പറഞ്ഞാൽ അത് ഞാൻ ഒരു ചാക്യാർകൂത്തിലൂടെ ചെറുതായിട്ട് അങ്ങനെ നിർത്താം. ഓക്കെ, നിങ്ങളെ മാത്രം ഇഷ്ടപ്പെടല്ലപ്പാ, ഒന്ന് കേടിക്കാമോ? നിങ്ങളെ മാത്രം ഇഷ്ടപ്പെടല്ലപ്പാ, നമ്മളെ മാത്രം ഇഷ്ടപ്പെടല്ലപ്പാ. ഒരമ്മ പെറ്റ പോലെ എല്ലാരും അങ്ങനെ തന്നെ, ഒരമ്മ പെറ്റ പോലെ എല്ലാരും അങ്ങനെ തന്നെ. ചാക്യാർകൂത്ത് നിങ്ങൾക്കറിയാം, അല്പം കളിയാക്കുന്നൊരു കലയാണ്. അതിൻ്റെ ഒരു 2 വാക്ക് നമുക്കറിയാം. ഇവിടെ സമയമില്ലാത്തതാണ്, അതുകൊണ്ട് 2 വാക്കിൽ ഞാൻ ഒതുക്കും. മാസ്റ്റർ വിഷന്റെ ഈ അവാർഡിനായിട്ട് ബിസിനസ് കോൺക്ലേവിൽ പങ്കെടുക്കണം ഒരാഗ്രഹം ഉണ്ടായി. ആർക്ക്? സീതാദേവിക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായി. ശ്രീസാറ് പറഞ്ഞു, ശ്രീസാറ് ചാക്യാർക്കെന്ന് പറഞ്ഞു, പക്ഷേ സീതാദേവി എന്ന് പറഞ്ഞു. ഇതൊക്കെയാണ് ഉപമ എന്ന് പറയണത് ഇല്ലേ? എത്രയോ പ്രഗത്ഭന്മാരാണ് ഇരിക്കണത് അല്ലേ? നമുക്കറിയാം. അങ്ങനെ ആ വടിയൊക്കെ കുത്തിപ്പിടിച്ചിരിക്കണ കണ്ടോ? ഇതൊക്കെ ദുബായിൽ അറിയപ്പെടുന്ന ആൾക്കാരാ. അവരുടെയൊക്കെ ആ ഇരിപ്പ് കാണുമ്പോൾ പുരാണത്തിലെ സുഗ്രീവനിരിക്കുന്ന ആ ഒരു ആർജിതമാണ്. കണ്ടില്ലേ? സീതാക്ക ഇരിക്കണു. അതെ, ഇത് ഇവരെയൊക്കെ പറയണം എന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ ആ രാജ്യത്തോട്, കാരണം മലയാളികൾക്ക് ദുബായ് എന്ന് പറഞ്ഞാൽ ഒരു സംഭവം തന്നെയാണ്. കാരണം ഈ ദുബായ് നിലനിൽക്കുന്നത് മലയാളികളുടെ കഠിനാധ്വാനമാണ്. ഒരു സംശയമില്ലാത്ത കാര്യമാണ്. കാരണം ദുബായ് മേധാവികൾ വരെ പറഞ്ഞിട്ടുണ്ട് ഇല്ലേ? എന്ത് പറഞ്ഞിട്ടുണ്ട്? മലയാളികളുടെ ആ പ്രഗത്ഭതയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ പറയണില്ല. പ്രഗത്ഭന്മാരിരിക്കുന്നു, എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രസിദ്ധിക്കുകയാണ്. കാരണം ഈ മാസ്റ്റർ വിഷൻ എക്സലൻസ് അവാർഡിനായിട്ട് ഇപ്പോൾ 8:09 ഇനിയും ഒരുപാട് ഉയരങ്ങളിലെത്താൻ റഫീഖിന് പടച്ചോൻ അനുഗ്രഹം കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കാരണം ഒരു സംശയം, ദുർഗേ സ്മൃതഹരസി ഭീതി മശേഷ ജന്തോഹോ സ്വസ്ഥൈഹ സ്മൃത മതീവ ശുഭാം ദദാസി. ദുബായ് എന്ന് പറഞ്ഞാൽ ഒരു അങ്ങനത്തെ സ്ഥലമാണ്. ഇപ്പം ഞാൻ ഇവിടെ വന്നപ്പോൾ ഒരാളെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞേ ഒരു ഗിഫ്റ്റ് തരാമെന്ന് പറഞ്ഞു. സത്യം, പ്ലീസ് ഒന്ന് വരുമെന്ന് പറഞ്ഞു. ഞാൻ പുറത്തേക്ക് ഓടി, കാലിനും വയ്യ, ഒരു കണക്കിന് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ പുള്ളി ഒരു പെട്ടി തുറന്നു, ഒരു വാച്ച് എടുത്തു എനിക്ക് തന്നപ്പോൾ സന്തോഷം. അപ്പോൾ 50 ദിറംസ് എന്ന്. ഇപ്പം നടന്ന കാര്യമാണ്. ഞാൻ എൻ്റെ കാലും വെച്ച് കഷ്ടപ്പെട്ട് പുറത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ അയാൾ പറയാം 50 ദിറംസ് എന്ന്. അതാണ് ദുബായ്. ദുബായ് ഒരു വല്ലാത്ത സ്ഥലമാണ്. ദുബായിൽ അധ്വാനിക്കാനുണ്ടെങ്കിൽ നമുക്ക് പിടിച്ചു നിൽക്കാം, കഷ്ടപ്പെടാൻ നമ്മൾ തയ്യാറാണെങ്കിൽ ദുബായിൽ നമുക്ക് പിടിച്ചു നിൽക്കാം. ആ വിജയം റഫീഖിനുണ്ട്, റഫീഖ് സാറിനുണ്ട്, മാസ്റ്റർ വിഷനുണ്ട്. എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഒരിക്കൽ കൂടി കാന്താ ഞാനും വരാ, ഒരു കൈയടിക്കണം. കാന്താ ഞാനും വരാം, തൃശൂർ
പൂരം കാണാൻ അടിമദ്ദളം ഒന്ന് കാണണ കാന്ത മദ്ദളം ഒന്ന് കാണണ കാന്ത മദ്ദളം ഒന്ന് കണ്ടാൽ പോരാ മദ്ദളം ഒന്ന് തൊടണം കാന്തോ കാന്തോ ഞാനും വരാം തൃശൂർ പൂരം കാണാൻ അടിവെട്ടിക്കെട്ട് കൊന്ന് കാണണ കാന്ത വെട്ടിക്കെട്ട് കൊന്ന് കാണണ കാന്ത വെട്ടിക്കെട്ട് കൊന്ന് കണ്ടാൽ പോരാ പറ്റിയാൽ ഒരു വെടി വെക്കണം കാന്തോ അർപ്പോയ് ഇറോ